കർണാടകയിലെ ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ടാണ് ഗഡക് ജില്ലയിലെ ഷിരഹട്ടി മണ്ഡലത്തിൽ നിന്നുള്ള ബി.ജെ.പി. എം.എൽ.എ. ഡോക്ടർ ചന്ദ്രു ലമാനി ലോകായുക്തയുടെ വലയിലാകുന്നത്. 5 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് എം.എൽ.എയും സംഘവും റെഡ് ഹാൻഡഡ് ആയി പിടിയിലായത്. അഴിമതി വിരുദ്ധ പോരാട്ടത്തിൽ നിർണായക ചുവടുവെപ്പായി മാറിയ ഈ സംഭവം ശനിയാഴ്ച ഉച്ചയോടെയാണ് അരങ്ങേറിയത്. മൈനർ ഇറിഗേഷൻ വകുപ്പിലെ കരാർ ജോലികളുമായി ബന്ധപ്പെട്ട് നടന്ന ഈ പണമിടപാട് ബി.ജെ.പി. പാളയത്തിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എം.എൽ.എക്ക് പുറമെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റുമാരായ മഞ്ജുനാഥ് വാൽമീകി, ഗുരു നായക് എന്നിവരെയും ലോകായുക്ത സംഘം സ്ഥലത്തു നിന്ന് തന്നെ കസ്റ്റഡിയിലെടുത്തു. ലക്ഷ്മേഹവാർ പട്ടത്തിലെ ബാലാജി ആശുപത്രി കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ അഴിമതി ഇടപാടുകൾ നടന്നിരുന്നത്. ഗഡ് താലൂക്കിലെ ക്ലാസ് 1 കരാറുകാരനായ വിജയ് പൂജാറാണ് ഈ അഴിമതി പുറത്തു കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്. താൻ പൂർത്തിയാക്കിയ പ്രവൃത്തികളുടെ ബില്ലുകൾ പാസാക്കിയതിനും മറ്റ് ആനുകൂല്യങ്ങൾക്കുമായി എം.എൽ.എ വൻതുക ആവശ്യപ്പെട്ടതോടെയാണ് അദ്ദേഹം നിയമത്തിന്റെ വഴി തേടിയത്. മൈനർ ഇറിഗേഷൻ വകുപ്പിന് കീഴിലുള്ള പദ്ധതികൾ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഡോക്ടർ ചന്ദ്രു ലമാനി ആകെ 11 ലക്ഷം രൂപയാണ് കരാറുകാരനിൽ നിന്ന് ആവശ്യപ്പെട്ടതെന്ന് ലോകായുക്ത പോലീസ് അറിയിച്ചു. ഇതിന്റെ ആദ്യ ഗഡുവായി 5 ലക്ഷം രൂപ നൽകാനായിരുന്നു ധാരണ. പണം ആവശ്യപ്പെട്ട വിവരം വിജയ് പൂജാർ ലോകായുക്ത SP സിദ്ധലിംഗപ്പയെ അറിയിച്ചു. തുടർന്ന് പോലീസിന്റെ നിർദ്ദേശപ്രകാരം കൃത്യമായ പദ്ധതി തയ്യാറാക്കി. എം.എൽ.എയുടെ നീക്കങ്ങൾ ഓരോന്നും ലോകായുക്ത ഉദ്യോഗസ്ഥർ രഹസ്യമായി നിരീക്ഷിച്ചു വരികയായിരുന്നു. ഫെബ്രുവരി 21 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:15 ലക്ഷ്മേഹ്വാറിലെ ആശുപത്രിയിൽ വെച്ച് പണം കൈമാറുമെന്നായിരുന്നു എം.എൽ.എ കരാറുകാരനെ അറിയിച്ചത്. ഇതിനനുസരിച്ച് ലോകായുക്ത സംഘം പരിസരത്ത് നിലയുറപ്പിച്ചു. എം.എൽ.എ പണം കൈപ്പറ്റിയ ഉടൻ തന്നെ ഉദ്യോഗസ്ഥർ ഇരച്ചു കയറി. പരിശോധനയ്ക്കിടെ സിനിമാറ്റിക് ആയ രംഗങ്ങളാണ് അവിടെ അരങ്ങേറിയത്. പോലീസ് ആശുപത്രിയിലേക്ക് കടക്കുന്നത് കണ്ട എം.എൽ.എയുടെ സഹായി ഗുരു നായക് 50,000 രൂപ അടങ്ങിയ കവർ ആശുപത്രിക്ക് പിന്നിലുള്ള സ്വകാര്യ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് എറിഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ ജാഗ്രത പാലിച്ചിരുന്ന പോലീസ് സംഘം ഉടൻ തന്നെ ആ തുക കണ്ടെടുക്കുകയും ഗുരു നായകിനെ തടയുകയും ചെയ്തു. ആശുപത്രിക്കുള്ളിൽ നിന്ന് പിടിച്ചെടുത്ത 4.50 ലക്ഷം രൂപയ്ക്കൊപ്പം ഈ തുകയും ചേർത്തതോടെ ആകെ 5 ലക്ഷം രൂപയുടെ തൊണ്ടി മുതൽ ലോകായുക്തയുടെ കൈവശമായി. ഡോക്ടർ കൂടിയായ ചന്ദ്രു ലമാനി തന്റെ പ്രൊഫഷണൽ മേഖലയായ ആശുപത്രിയെ തന്നെ കൈക്കൂലി വാങ്ങാനുള്ള കേന്ദ്രമായി തിരഞ്ഞെടുത്തത് വലിയ വിമർശനങ്ങൾക്ക് വഴിതെളിയിച്ചിട്ടുണ്ട്. അഴിമതിക്ക് വേദിയായി ഒരു ആരോഗ്യ കേന്ദ്രത്തെ ഉപയോഗിച്ചത് ജനങ്ങൾക്കിടയിൽ പ്രതിഷേധമുണ്ടാക്കി. ലോകായുക്ത SP സിദ്ധലിംഗപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് റെയ്ഡിനും അറസ്റ്റിനും ചുക്കാൻ പിടിച്ചത്. മാസങ്ങളായി ഇവർക്കെതിരെ പരാതികൾ ഉയർന്നുവെങ്കിലും കൃത്യമായ തെളിവുകൾക്കായി ലോകായുക്ത കാത്തിരിക്കുകയായിരുന്നു. അറസ്റ്റിന് പിന്നാലെ ഡോക്ടർ ചന്ദ്രു ലമാനിയെയും സഹായികളെയും വിശദമായി ചോദ്യം ചെയ്തു. ഇവർ നേരത്തെയും സമാനമായ രീതിയിൽ കരാറുകാരിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. മറ്റ് വകുപ്പുകളിലെ കരാറുകളിലും ഇവർക്ക് പങ്കുണ്ടോ എന്ന് പരിശോധിക്കും. സംഭവം പുറത്തു വന്നതോടെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ബി.ജെ.പിക്കെതിരെ ശക്തമായി രംഗത്തെത്തി. കർണാടകയിൽ അഴിമതി ഭരണമാണ് നടക്കുന്നതെന്നും എം.എൽ.എയുടെ അറസ്റ്റ് ഇതിന് തെളിവാണെന്നും പ്രതിപക്ഷ നേതാക്കൾ ആരോപിച്ചു. അതേസമയം ബി.ജെ.പി. നേതൃത്വം ഈ വിഷയത്തിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് തങ്ങൾക്കെന്നും കുറ്റക്കാർക്കെതിരെ നിയമപരമായ നടപടികൾ ഉണ്ടാകുമെന്നും പാർട്ടി വക്താക്കൾ അറിയിച്ചുവെങ്കിലും പ്രവർത്തകർക്കിടയിൽ സംഭവം വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഷിരഹട്ടി മണ്ഡലത്തിൽ വൻ സ്വാധീനമുള്ള നേതാവാണ് ചന്ദ്രു ലമാനി. ഒരു ജനപ്രതിനിധി തന്നെ ഇത്തരത്തിൽ പിടിക്കപ്പെട്ടത് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെയും പാർട്ടി പ്രതിച്ഛായയും ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പിടിച്ചെടുത്ത പണം കോടതിയിൽ ഹാജരാക്കുമെന്നും എം.എൽ.എയുടെ സ്വത്ത് വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീണ്ടും പരിശോധിക്കുമെന്നും ലോകായുക്ത വൃത്തങ്ങൾ സൂചിപ്പിച്ചു. വിജയ് പൂജാറുടെ പരാതിയിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നതും അന്വേഷണ പരിധിയിലാണ്. കർണാടക രാഷ്ട്രീയത്തിൽ കാലകാലങ്ങളായി നിലനിൽക്കുന്ന കമ്മീഷൻ ആരോപണങ്ങൾക്ക് വീണ്ടും ജീവൻ നൽകുന്നതാണ് ഈ അറസ്റ്റ്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ വിഷയം ഒരു പ്രധാന ചർച്ചാ വിഷയമായി മാറുമെന്ന ഉറപ്പാണ്. അറസ്റ്റിലായ പ്രതികളെ ഗഡക് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേസിന്റെ ഗൗരവം പരിഗണിച്ച് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ ലോകായുക്ത പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. ഷിരഹട്ടിയിലെ ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധിയുടെ ഈ പ്രവൃത്തിയിൽ കടുത്ത നിരാശയിലാണ്. വികസനം നടപ്പിലാക്കേണ്ട കൈകൾ കൈക്കൂലിയിലേക്ക് നീണ്ടത് ജനാധിപത്യത്തിന് തന്നെ കളങ്കമാണെന്ന് പൊതുപ്രവർത്തകർ അഭിപ്രായപ്പെടുന്നു. നിലവിൽ ഡോക്ടർ ചന്ദ്രു ലമാനിയുടെ എം.എൽ.എ സ്ഥാനം റദ്ദാക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ലോകായുക്തയുടെ ഈ നടപടി മറ്റ് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും ഒരു ശക്തമായ മുന്നറിയിപ്പായി മാറിയിരിക്കുകയാണ്.